ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹസ്രാര. സഹസ്രാരയിലെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് സെപ്റ്റംബർ മന്തിൻ്റെ പ്രഡിക്ഷനാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് വാട്ടർ സോഡിയാക് സൈൻസ്, അതായത് ക്യാൻസർ, സ്കോർപ്പിയോ, പീസസ്. സോ നിങ്ങളുടെ പ്രഡിക്ഷൻസ് ആണ് പറയുന്നത്. സെപ്റ്റംബർ മന്തിൽ നിങ്ങളുടെ ലവ് ഓർ മാരേജ് റിലേഷൻഷിപ്പിൽ, ഫൈനാൻസ്, കരിയർ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രഡിക്ഷൻ റിസണേറ്റ് ആകാം, ആകാതിരിക്കാം, ഇറ്റ് ഡിപ്പെൻസ്. സോ ഇതൊരു കളക്റ്റീവ് പ്രഡിക്ഷൻ ആണ്. സോ അപ്പോൾ നമുക്ക് പ്രഡിക്ഷനിലേക്ക് പോകാം. സെപ്റ്റംബർ മന്തിൽ വാട്ടർ സോഡിയാക് സയൻസിന് വന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലവ് അല്ലെങ്കിൽ മാരീഡ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ഏതാണെന്ന് നോക്കാം. വാട്ടർ സോഡിയാക് സൈൻ, നിങ്ങൾക്ക് സെപ്റ്റംബർ മന്തിലേക്ക് നിങ്ങളുടെ ലവ് അല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് വൺസ് ആണ്. നൈറ്റ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ എനർജി ഫ്ലക്ച്വേഷൻ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ കുറച്ച് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്ത് ഇഷ്യൂസിൻ്റെ പുറത്താണെന്നറിയില്ല, നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസിൽ ചില പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാകാം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ദേഷ്യം ഒക്കെ പുറത്ത് വരുന്നതായിട്ട് കാണുന്നത്. അത്രയും ഫയർ എനർജിയിലായിരിക്കും നിങ്ങൾ. ദേഷ്യവും ആയിക്കോട്ടെ, നിങ്ങളുടെ പാഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ലവ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ നല്ല പാഷനേറ്റ് ആയിരിക്കും. നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾ ഭയങ്കര പാഷനേറ്റ് ലവിലായിരിക്കും. അപ്പോൾ അതേസമയം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ഫ്ലക്ച്വേറ്റ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഫ്ലക്ച്വേഷൻ മീൻസ് ഇപ്പോൾ ഹാപ്പി ആയിരിക്കുന്ന വ്യക്തി കുറച്ച് കഴിയുമ്പോൾ അഗ്രസീവായിട്ട് ആകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, അതായത് അങ്ങനെ നിങ്ങളുടെ എനർജി മൂഡ് ചേഞ്ച് ആകുന്ന മൂഡ് സ്വിങ്സ് ആണ് മെയിനായിട്ട് കാണുന്നത്. സോ നിങ്ങളുടെ മൂഡ് സ്വിങ്സ് മോസ്റ്റ്ലി ഒരു സെപ്റ്റംബർ മന്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ആ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് എന്താ പറയുക, ദേഷ്യം കാരണം സംസാരിക്കാതിരിക്കുക, അങ്ങനെ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫൈറ്റിംഗ് ടെൻഡൻസി ഭയങ്കര കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സച്ച് എൻ ഫയർ എനർജി. നിങ്ങൾ വാട്ടർ സൈൻ ആണെങ്കിലും നിങ്ങൾക്ക് അത്രയും ഒരു ഫയർ എനർജി ഒരു മന്തിൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ദേഷ്യമാണെങ്കിലും എന്ത് ഇമോഷൻ ആണെങ്കിലും അതൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നൈറ്റ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ അതാണ്, അതൊരു ഫയർ എനർജി, അത് റഷ് ചെയ്ത് മുന്നോട്ട് പോകും. അതായത് അത്രയും അഗ്രസീവ് ആയിരിക്കും, അത്രയും ദേഷ്യം, അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് മെയിനായിട്ട് കാണുന്നത്. സോ അത് കാരണം കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. അതാണ് സെപ്റ്റംബർ മന്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാർഡായിട്ട് കാണുന്നത്. ഇനി നിങ്ങളുടെ ഫൈനാൻസ് കാർഡ് നോക്കാം. ഫൈനാൻഷ്യലി ഒരുപാട് ഗ്രോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങളെ തേടി ഒരുപാട് ഗുഡ് ന്യൂസസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. 8 ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. സോ ഫൈനാൻഷ്യലി ആണെങ്കിലും മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളെ തേടി ഒരുപാട് ഗുഡ് ന്യൂസസ് വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അതായത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് ന്യൂസ്, നിങ്ങൾക്ക് ചിലർക്കൊക്കെ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഗുഡ് ന്യൂസ്, അങ്ങനെ ഒരു ന്യൂസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ചിലർക്ക് ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ബാങ്ക്, ഓഫീസ്, അങ്ങനെയൊക്കെയുള്ള മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ചിലർക്ക് പറയാമല്ലോ, നിങ്ങളുടെ ഫൈനാൻസ് ഗ്രോത്ത് കാണുന്നുണ്ട്. അതായത് ഇതുവരെ നിങ്ങൾ ഫൈനാൻസ് ഒന്ന് സ്റ്റാഗ്നൻ്റ് ആയിട്ട്, അതായത് ഒരു അനക്കവും ഇല്ല, ഒരു ഗ്രോത്ത് ഇല്ല, ഒരു വളർച്ചയില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ അതിലൊരു മാറ്റം വരുന്നുണ്ട്. അതായത് ഒരുപാട് നിങ്ങളുടെ ഫൈനാൻസ് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ മാറുന്നു, അതായത് അതൊക്കെ സോൾവ് ആകുന്നത്. കാരണം ഈ ഈ പടം നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. അതിൽ ആ ഒരു കമ്പുകളിൽ, അതായത് ആ ഒരു കാണുന്ന സ്റ്റിക്കുകളിലൊക്കെ ചെറിയ ചെറിയ ഗ്രോത്ത് കാണുന്നുണ്ട്. ലീവ്സൊക്കെ ഇങ്ങനെ ബഡ്ഡിങ്സ് ഇങ്ങനെ പൊടിച്ച് വരുന്നു, അങ്ങനെ ഒരു പിക്ചറാണ് കാണുന്നത്. സോ നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻസ് വളരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതിലൊരുപാട് ഗ്രോത്ത് കാണുന്നുണ്ട്. സോ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് വന്നിരിക്കുന്നത്, 8 ഓഫ് വൺസ്. ഓക്കെ, സോ ഒരുപാട് ഗുഡ് ന്യൂസസ് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലേക്കായിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പോൾ അത്രേ ഉള്ളൂ ഫൈനാൻഷ്യലി. ഇനി നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഏത് കാർഡാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ,
കരിയറിൽ വാട്ടർ സോഡിയം സൈൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വാട്ടർ സൈൻ തന്നെയാണ്. അതായത് വാട്ടറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണ് ഈ കിങ് ഓഫ് കപ്സ്. പലരും കരിയറിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള എനർജി കാണുന്നുണ്ട്. അതായത് നമുക്ക് ഉദാഹരണം പറയണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ജോബാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൽ ഒരുപാട് ഇമോഷണലി ഡെഡിക്കേറ്റഡ് ആയിരിക്കും അല്ലേ. സോ അങ്ങനെ ഒരു എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ തനിച്ചാണെങ്കിൽ പോലും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, വളരെ നല്ല രീതിയിൽ ഇമോഷണലി ഹാപ്പിലി നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ഹാപ്പിയാണ്, എൻജോയ് ചെയ്യാണ് നിങ്ങളുടെ കരിയർ. അതാണ് എനിക്ക് മോസ്റ്റ്ലി ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ കരിയർ ജോബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അതാ പറയുന്നത്. ഇപ്പം നമ്മൾ കിങ് ഓഫ് കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പോകുന്ന ഒരു എനർജിയാണ് ആക്ച്വലി ഈ ഒരു കിങ് ഓഫ് കപ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും, പക്ഷേ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, നിങ്ങൾ എൻജോയ് ചെയ്തായിരിക്കും നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് മെയിനായിട്ടും വാട്ടർ സോഡിയാക് സൈൻ നിങ്ങളുടെ ഈ ഒരു സെപ്റ്റംബർ മന്തിൽ നിങ്ങളുടെ കരിയറിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഭയങ്കര ഒരു ഹാപ്പി മൂഡാണ്, അത് സാറ്റിസ്ഫാക്ഷൻ, ഇമോഷണലി ഹാപ്പി, ഇമോഷണലി സാറ്റിസ്ഫൈഡ്, അങ്ങനെ ഒരു എനർജിയാണ് മോസ്റ്റ്ലി നിങ്ങളുടെ കരിയറിൽ കാണുന്നത്. ചിലരൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, എന്തെങ്കിലും സക്സസ് അച്ചീവ് ചെയ്തത് സെലിബ്രേറ്റ് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ അത്രയും ഹാപ്പി ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഈ ഒരു സെപ്റ്റംബർ മന്ത്. ഓക്കെ, സോ അപ്പോൾ കരിയറിൽ അത്രയേ ഉള്ളൂ വാട്ടർ സോഡിയാക് സൈൻ. ഇനി നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് എന്ത് കാർഡാണ് വന്നതെന്ന് നോക്കാം. ഹെൽത്ത് വൈസ് എനിക്ക് 2 സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് സ്ട്രെങ്ത് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഹെൽത്ത് വൈസ് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കൺട്രോൾ ചെയ്ത്, അതായത് ഇപ്പോൾ ഫുഡിലാണെങ്കിലും ശരി, എന്ത് തന്നെ നിങ്ങൾ എക്സസൈസ് ആണെങ്കിലും ശരി, എന്ത് മെഡിറ്റേഷൻ ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കൺട്രോൾഡായിട്ട് സെൽഫ് കൺട്രോൾ ചെയ്ത് സെൽഫ് ഹീൽ ചെയ്ത് വളരെ ക്ഷമയോടെ കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് മോസ്റ്റ്ലി കാണുന്നത്. എന്നാൽ ചിലർക്ക് സിറ്റുവേഷൻ അതല്ല. ചിലർക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആങ്കർ ഇഷ്യൂസ് ഉണ്ടാകും. ദേഷ്യം കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ദേഷ്യം അൾട്ടിമേറ്റ് ലെവലിലായിരിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് ആദ്യം വന്ന കാർഡ് തന്നെ നിങ്ങളുടെ ആങ്കർ ഇഷ്യൂസിൻ്റെ കാർഡാണ് നിങ്ങൾക്ക് ആദ്യമേ പേഴ്സണൽ ലൈഫിൽ വന്നത്. ഇപ്പോൾ ഹെൽത്ത് വൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ദേഷ്യം കൊണ്ടുണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇപ്പോൾ ആങ്കർ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് കൺട്രോൾ ചെയ്യണം. സെൽഫ് കൺട്രോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മന്തിൽ നിങ്ങൾക്ക്. അത് നിങ്ങളുടെ ഹെൽത്തിനെയും ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ഹെൽത്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ഈ ഒരു കാർഡിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ വാട്ടർ സോഡിയാക് സൈൻ നിങ്ങളുടെ സെപ്റ്റംബർ മന്തിലെ പ്രഡിക്ഷൻ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ.